തൃശൂർ പൊന്നാനി കോൾപ്പാട ശേഖരത്തിൽ 500ഓളം കർഷകർ കൃഷി ഇറക്കാനാകാതെ പ്രതിസന്ധിയിൽ. പാടത്തെ വെള്ളം പമ്പ് ചെയ്യാൻ പാടശേഖര സമിതി നേതൃത്വം തയ്യാറാകാത്തതാണ് നെൽകൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നത്. ഭൂമി തരിശിടാൻ നിർബന്ധിതരാക്കി ഭൂമാഫിയയെ സഹായിക്കാനാണ് പാടശേഖര സമിതി സഹായിക്കുന്നതെന്ന ആരോപണവുമായി കർഷകരും രംഗത്തെത്തി. വെള്ളം വറ്റിച്ച് നവംബറിൽ വിത്തിറക്കേണ്ട കണിമംഗലം കോൾപ്പാടം ഇപ്പോഴും കായൽ പോലെയാണ്. ഇനി പമ്പിംഗ് നടത്തി വെള്ളം വറ്റിച്ചാൽ പോലും വരാനിരിക്കുന്ന മഴപ്പെയ്ത്തിൽ നഷ്ടം കർഷകന് തന്നെയാകും. ഈ പ്രാവശ്യത്തെ ഈ പാടശേഖര കമ്മിറ്റിക്കാർക്ക് പടവിൽ മോട്ടർ വയ്ക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ എടുക്കാനോ ഈ സമയം വരെ അവർ തയ്യാറായിട്ടില്ല. പമ്പിംഗ് നടത്തി നിലമൊരുക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം പോലും പാടശേഖര സമിതി അട്ടിമറിച്ചതാണ് കൃഷി ഇറക്കാൻ കഴിയാത്തതിന്റെ കാരണം. മാത്രമല്ല, പമ്പിംഗ് നടത്തേണ്ട ഷെഡുകൾ പാടശേഖര സമിതി തന്നെ പൊളിച്ചു നീക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഷെഡ് കോർപ്പറേഷൻ 2 കൊല്ലം മുന്നേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. ആ ഷെഡ് വരെ പൊളിച്ചു കളഞ്ഞു. അതിന് ബ്രൂഫ് മുഴുവൻ എടുത്ത് വിറ്റു. ഇദ്ദേഹം പറയുന്നത് അപ്പുറത്ത് ഷെഡ് പണിയാം, അപ്പുറത്ത് പണിയാം. ഇപ്പുറത്തെങ്ങനെ ഈ കോളം എങ്ങനെ പണിയും? ഇടനിലക്കാരെ ഉപയോഗിച്ച് കർഷകരിൽ നിന്നും ഭൂമി വാങ്ങിക്കൂട്ടി നികത്തിയെടുക്കാനുള്ള നീക്കം കണിമംഗലത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയ നടത്തുന്നുണ്ട്. ഇവർക്ക് ഒത്താശ ചെയ്യുന്നത് പാടശേഖര സമിതിയാണെന്നാണ് കർഷകരുടെ പരാതി. 4 ടീം അവിടെ ഉള്ളൂ. ബാക്കി ആ ഒരു ഭാഗം മുഴുവൻ ഈ മാഫിയകളെ അതിൽ മേടിച്ചിട്ടിട്ട് വെറുതെ അവർ പണിയൂല, നമ്മളിട്ട് ദ്രോഹിക്കണം. കർഷക വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന പാടശേഖര സമിതിയെ മാറ്റി ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് കോൾ മേഖലയിൽ നിന്നും ഉയരുന്നത്. അല്ലാത്തപക്ഷം കണിമംഗലം കോൾപ്പാടവും തരിശു നിലങ്ങളുടെ പട്ടികയിലേക്ക് മാറുമെന്ന ഉറപ്പാണ്. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ബിജെപിയുടെ പാലക്കാട് ജില്ലയിലെ മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കമായി. മലമ്പുഴ, പാലക്കാട് മണ്ഡലം കൺവെൻഷനുകൾ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 14-ന് കൺവെൻഷനുകൾ സമാപിക്കും.